പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരും വാഹനവും ആക്രമിക്കപ്പെട്ടത് വീണയ്ക്കെതിരെ ആയുധമാക്കാനാണ് ഇഡിയുടെ തീരുമാനം. സമൻസിനെതിരെ വീണ കോടതിയിൽ പോയാൽ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് കടുത്ത നിലപാട് എടുക്കാനാണ് ഇഡിയുടെ തീരുമാനം. ഇന്നലെ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ വീണയുടെ ഫോണും ഉണ്ട് എന്ന് രാവിലെ ഇഡി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുൻപ് തുറന്നു പരിശോധിക്കും. അത് വീണയുടെ സാന്നിധ്യത്തിൽ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം പിടിച്ചെടുത്ത രേഖകളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് നോട്ടീസ് അയക്കുക. ഇത് അധികം വൈകില്ലെന്നും ഇഡി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പരിശോധന കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങൾക്കും നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ അക്രമം കേസിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ഒരു സംഘം ആളുകൾ കമ്പികളും കല്ലുകളുമായി ഇഡി ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങളുടെയും വാഹനങ്ങൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന വിലയിരുത്തലിൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ നിർണായക നീക്കങ്ങൾക്കും തദ്ദേശീയ പോലീസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു എന്നാണ് വിവരം. അടുത്ത ഘട്ടത്തിൽ വീണയെ ലക്ഷ്യമിട്ട് ഇഡി സംഘം എത്തുമ്പോൾ തോക്കേന്തിയ കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അവർ വന്നിറങ്ങുക. സംഭവത്തിൽ തിരുവനന്തപുരം പോലീസിൽ ഇഡി ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ നാടകീയമായ പല രംഗങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഹൈക്കോടതിയിൽ നിന്ന് മുൻപ് ലഭിച്ചിരുന്ന താൽക്കാലിക ആശ്വാസങ്ങൾ നീങ്ങിയതോടെ ഇഡിക്ക് മുന്നിൽ ഇനി നിയമപരമായ തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഒരു വിവര സാങ്കേതിക വിദ്യ സംബന്ധിച്ച കൺസൾട്ടൻസി സേവനവും നൽകാതെ CMRLൽ നിന്ന് 2.78 കോടി രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതും മറ്റ് ഉപകമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വായ്പയായി വാങ്ങിയതുമെല്ലാം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഇഡി ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ CMRL വ്യാജമായി പിൻവലിച്ച് വിവിധ വ്യക്തികൾക്ക് നൽകിയെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ കൂടി ഇഡിക്ക് മുന്നിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് വാങ്ങിയ മാസപ്പടിയെക്കുറിച്ചുള്ള SFIO അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഇതിനിടെ പുറത്തുവന്നു. യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെയാണ് ഈ തുക അത്രയും കൈപ്പറ്റിയതെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രധാന കണ്ടെത്തൽ. വീണയ്ക്കും അവരുടെ കമ്പനിക്കും പ്രതിമാസം വൻ തുകയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. വീണയ്ക്ക് വ്യക്തിപരമായി മാസം 5 ലക്ഷം രൂപയും എക്സാലോജിക് കമ്പനിക്ക് മാസം 3 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ പ്രതിമാസം 8 ലക്ഷം രൂപ വീതമാണ് കൈപ്പറ്റിയിരുന്നത്.